നിങ്ങളുടെ വിവാഹ ബന്ധങ്ങളിൽ ഓരോ ഭാര്യമാരുടെയും ജീവിതം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എപ്പോഴാണ് അവരെ കല്യാണം കഴിച്ചത്, എന്തായിരുന്നു അതിന്റെ സാഹചര്യം, എത്രാമത്തെ ഭാര്യയായിരുന്നു അവർ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ ചർച്ച വരും. ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാനുണ്ടാകുന്ന സാഹചര്യം, ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ നബിയുടെ മുമ്പിലേക്ക് വരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയതിന്റെ ശേഷം, നബിയെ ഇന്നി ലഅറാ ഫീക ഖില്ല, നബിയെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു മ്ലാനതയും സങ്കടവും കാണുന്നുണ്ടല്ലോ നബിയെ, നിങ്ങളിങ്ങനെ ഖദീജ ബീവിക്ക് ശേഷം കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റക്ക് നിന്നാൽ മതിയോ, അങ്ങേക്ക് കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു ഖൗല റളിയല്ലാഹു തആല അൻഹ. നബി തങ്ങളോട് വന്ന് ചോദിച്ചു. നബി തങ്ങൾ ചോദിച്ചു, ഖൗല അമിൻ ബഅദി ഖദീജ, ഖദീജയ്ക്ക് ശേഷം ഞാൻ കല്യാണം കഴിക്കണമെന്നോ? നഅം നബിയെ, അങ്ങ് കല്യാണം കഴിക്കണം, അങ്ങ് ഒറ്റയ്ക്ക് നിൽക്കരുത്, അങ്ങയെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുകയാണ്, നിങ്ങളുടെ മക്കളെ നോക്കണ്ടയോ? കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ പെൺകുട്ടിയാണ്, റളിയല്ലാഹു തആല ചെറുപ്പക്കാരിയാണ്. സൈനബ് എന്നവരുണ്ട്, ഉമ്മു കുൽസൂം എന്നവരുണ്ട്, റുഖിയ ബീവിയുണ്ട്, നബിയുടെ പെൺമക്കളുണ്ട് അവിടെ, അവരൊക്കെ നോക്കാൻ ആള് വേണ്ട നബിയെ. ഖൗല ബീവി ചോദിച്ചപ്പോൾ നബി തങ്ങൾ, എന്റെ ഖദീജയോളം നല്ലവരെ ഇനി കിട്ടുമോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ട് നബിയെ. ആയിഷയെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയെ ആലോചിച്ചുകൂടെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമാണ്, വളരെ ചെറിയ പ്രായമാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, അന്നത്തെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ചൂട് പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കാലാവസ്ഥയും ശരീരപ്രകൃതവും വ്യത്യസ്തമാണ്. ചൂട് ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ മുഴുവനും പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് പ്രായപൂർത്തിയെത്തുകയും വളരെ പെട്ടെന്ന് പക്വത കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവം അന്നേ നിലവിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നല്ല പക്വതയുള്ള പെൺകുട്ടികളായിരുന്നുവെന്ന്. ആയിഷ ബീവിയെ പ്രപ്പോസ് ചെയ്യുന്നത് നബി തങ്ങളല്ല ആദ്യമായി ചെയ്യുന്നത്, ഖൗല ബീവിയാണ്. നബി തങ്ങൾ പറഞ്ഞവർ ചെറിയവരല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പമല്ലേ, എന്നാൽ നബിയെ നിങ്ങൾ വിവാഹം നിശ്ചയിച്ചു വെച്ചോളൂ, കൂടെ ജീവിക്കുന്നത് വൈകിയായി കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മോളല്ലയോ? നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു അത്താണിയാണ് എനിക്ക് വേണ്ടത്, എന്നാൽ സൗദ ബീവി ആയിക്കൂടെ എന്ന് ചോദിച്ചു. സൗദ റളിയല്ലാഹു തആല അൻഹയെ അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹത്തിന് സമ്മതം മൂളുന്നത്. സൗദ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സൗദ ബിൻതു സംഅ റളിയല്ലാഹു തആല അൻഹ. മഹദിയെ ഖദീജ ബീവിയോളം സൗന്ദര്യമോ അല്ലെങ്കിൽ ഖദീജ ബീവിയോളം ശാരീരിക പുഷ്ടിയോ അല്ലെങ്കിൽ പ്രായം കൊണ്ടോ ഒന്നും സൗദ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവിക്ക് ഒപ്പമെത്തുകയില്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിക്ക് നഷ്ടമായതിന്റെ ശേഷം അവിടുത്തെ മക്കളെ നോക്കാനുള്ള നബി തങ്ങളുടെ ഭാര്യയായും ഒരു കുടുംബിനിയായും ആദ്യം കടന്നു വന്ന, പ്രായം കൊണ്ട് നബിയോളമോ 50 വയസ്സോ അല്ല 80 വയസ്സോ ഉണ്ടായിരുന്ന സൗദ ബിൻതു സംഅ റളിയല്ലാഹു തആല അൻഹ, സക്രാൻ ബിൻ അംർ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് മരിച്ചതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവരായിരുന്നു ഖദീജ ബീവിക്ക് ശേഷം ആദ്യമായി നബി തങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നവർ. രണ്ടാമത്തെ വിവാഹമാണ് ഖദീജ ബീവിക്ക് ശേഷം മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടേത്. നമ്മളിവിടെ ആലോചിക്കണം, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്യുന്നത് 50 കൊല്ലമായി പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ മോളെയാണ്. 50 വർഷം. നമ്മളൊരു കാര്യം ആലോചിക്കണം, 21ാം നൂറ്റാണ്ടിൽ നിന്ന് 1400 കൊല്ലം മുമ്പ് നടന്ന ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ ഒരു സാമൂഹിക പശ്ചാത്തലം, ആ കാലഘട്ടത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇവിടുന്ന് വിധി എഴുതിയാൽ തെറ്റായി പോവും. ഏത് സമുദായവും അങ്ങനെയാണ്. ചൈനയിൽ നടക്കുന്ന ചില ആചാരങ്ങൾ, ഇന്ത്യയിലെ സതിയും അതുപോലെയുള്ള മറ്റു ഹൈന്ദവ ആചാരങ്ങൾ, ഇന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതിരുന്നാൽ എന്തെന്നില്ലാത്തൊരു ആശ്ചര്യം തോന്നുക സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്ന ആ സാഹചര്യത്തിൽ പ്രായമുള്ള ആളുകൾ പ്രായത്തിൽ കുറഞ്ഞവർ വിവാഹം ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോ, അന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും നബിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയത്തിൽ നബിയെ പരിഹസിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ നുണയായും അല്ലാതെയും നബി തങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന മക്കയിലെയും അതുപോലെ ചുറ്റുവട്ടത്തുമുള്ള ശത്രുക്കൾ ഒരാൾ പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ലെന്നതാണ് അത്ഭുതം. അത് പറഞ്ഞതാരാ? ഈ 20ാം നൂറ്റാണ്ടിൽ വന്ന ആളുകളാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്നത് സ്വാഭാവികമാണ്. ആയിഷ ബീവിയുടെ വിവാഹം അള്ളാഹുവിന്റെ റസൂലിന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ ബീവിയെ കാണിച്ചു കൊടുത്തുകൊണ്ടൊരു കടലാസ് കഷ്ണത്തിൽ ഫീ സറഖത്തിൻ എന്ന രീതിയിൽ കാണാം.
നബിയെ കണ്ണു തുറന്നു നോക്കൂ, ഇത് നിങ്ങളുടെ ഭാര്യയാണെന്ന് 3 ദിവസം തുടർച്ചയായി അള്ളാഹുവിന്റെ റസൂലിന് സ്വപ്ന ദർശനം വരുന്നു. നോക്കുമ്പോൾ അത് ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ശേഷം വന്ന ഖലീഫമാർ എത്ര പേരാണ്? 4 പേർ. ഈ 4 പേരിൽ 2 ആളുകളുടെ മക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്യുകയും 2 പേർക്ക് നബി തങ്ങളുടെ മക്കളെ അങ്ങോട്ട് വിവാഹം ചെയ്യിച്ചു കൊടുക്കുകയും തങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിവാഹ ബന്ധത്തിലൂടെ നബി തങ്ങളുടെ സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അവരുടെ മക്കളെ തങ്ങൾ വിവാഹം ചെയ്തു. ഇനി തങ്ങളുടെ മക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 2 മക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തത്. ആദ്യം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, ബദർ യുദ്ധം നടക്കുമ്പോൾ റുഖയ്യ ബീവി വഫാത്താവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഉമ്മു കുൽസൂം എന്ന് പറയുന്ന തങ്ങളുടെ മോളെ ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ഉസ്മാൻ എന്നവർ ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ആൾ എന്നറിയപ്പെട്ടത്. 2 പ്രകാശം നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം ചെയ്തവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 3ാമത്തെ ഖലീഫ. അലി തങ്ങൾക്ക് നബി തങ്ങളുടെ മറ്റൊരു മോൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയെ അലി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ചിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അസാംഗത്യം തോന്നേണ്ട ഒരു കാര്യവുമില്ല. 2 കൂട്ടുകാർ 50 കൊല്ലമായി നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ വിവാഹത്തിൽ സിദ്ദീഖ് തങ്ങളുടെ സന്തോഷം അപാരമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തന്നെ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, എന്റെ മോളെ അങ്ങ് വിവാഹം ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഏറ്റവും ഉത്തമമാണ് നബിയെ. വഅഖറു ലിഐനി, എന്റെ കണ്ണിന് ഏറ്റവും കൺകുളിർമ നൽകുന്ന കാര്യമാണ് നബിയെ, എനിക്കത് സന്തോഷമാണ്. പക്ഷേ എന്റെ മോളെ ഇപ്പോ ഒരാൾ കല്യാണം ആലോചിച്ചു പോയല്ലോ. നോക്കുമ്പോൾ ജുബൈർ ഇബ്നു മുത്ഇം അൽ അദവി റളിയല്ലാഹു തആല അൻ, അന്ന് ആയിഷ ബീവിയെ കല്യാണം ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ ഒരാളും കല്യാണം ആലോചിച്ചു വെച്ചിട്ടുണ്ട്, നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടില്ല. ജുബൈർ ഇബ്നു മുത്ഇം എന്നവരും വേറെ ഒരാളും. സിദ്ദീഖ് തങ്ങൾ ഓടിച്ചെന്നില്ലേ ആ പുതിയാപ്പിളയും ബാപ്പയും നോക്കുമ്പോൾ 2 പേരും കള്ളു കുടിച്ച് കിടക്കുകയാണ്. പറഞ്ഞു, ഇവർ 2 ആളെക്കാളും എന്റെ മോൾക്ക് ഉത്തമം അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞ് ആ വിവാഹം ക്യാൻസൽ ചെയ്തതിന്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അതിൽ അസാംഗത്യം തോന്നേണ്ടതില്ല. എന്തുകൊണ്ട് തോന്നേണ്ടതില്ല? അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട വല്യുപ്പ, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഏറ്റവും ചെറിയ മോനാണ് നബി തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആമിന ബീവിയെ കല്യാണം കഴിച്ച അതേ ദിവസം 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 80ന്റെ മീതെ വയസ്സുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ ആമിന ബീവിയുടെ പിതൃ സഹോദര പുത്രിയായ ഹാല ബീവിയെ കല്യാണം കഴിച്ചു. അബ്ദുൽ മുത്തലിബ് എന്നവർ ഹാല ബീവിക്ക് 16 17 വയസ്സാണ്. അബ്ദുൽ മുത്തലിബിന് 90 വയസ്സാണ്. അവരാരും അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയില്ല. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ എന്ന ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ ഭർത്താവ് വഫാത്തായപ്പോ, ഉഹദ് യുദ്ധത്തിലേറ്റ ഒരു കുത്തേറ്റ് ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ഹഫ്സ ബീവിയെ കല്യാണം കഴിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി പ്രപ്പോസൽ ചെയ്ത് ആരോടെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. സിദ്ദീഖേ, എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കോ? സിദ്ദീഖ് തങ്ങൾക്കും നബി തങ്ങൾക്കും വയസ്സ് ഒരുപോലെയാണ്. ഹഫ്സ ബീവിയും ആയിഷ ബീവിയും പ്രായം കൊണ്ട് വ്യത്യാസമുള്ളവരല്ല, ഒരേ വയസ്സുകാരാണ് ഏകദേശം. അതിനെ സംബന്ധിച്ച് അവർ മോശമായി കണ്ടിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നേരെ ഓടിച്ചെന്നു ആരുടെ അടുത്തേക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്. ഉസ്മാനെ, എന്റെ മോൾ ഹഫ്സ വിധവയാണ്, നിങ്ങൾ എന്റെ മോളെ വിവാഹം ചെയ്യുമോ? ആരോട് ചോദിക്കുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളോട്. ഉസ്മാൻ തങ്ങളും ഒന്നും മറുപടി പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല, വേണ്ട എന്നും പറഞ്ഞില്ല. നേരെ ഓടി വന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ മോൾക്ക് ഉസ്മാനിനേക്കാൾ ഖൈറായവരും ഉസ്മാൻ എന്നവർക്ക് നിങ്ങളുടെ മോളേക്കാൾ ഖൈറായവരെയും അള്ളാഹു നൽകും. ഉമർ തങ്ങൾക്ക് എന്തോ ഒരു സൂചന കിട്ടിയതുപോലെ. അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെയായിരുന്നു. ഉസ്മാൻ തങ്ങൾ കല്യാണം കഴിച്ചത് നബി തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ. ഹഫ്സ ബീവി വിവാഹം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവാഹങ്ങളെല്ലാം അവിടെ നടന്നിട്ടോ, ആലോചനകൾ നടന്നിട്ടോ, അന്നത്തെ സാഹചര്യത്തിൽ ആരും അതിനെ നിരൂപിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും അതൊരു കുറവായോ പ്രശ്നമായോ അവിടെ തോന്നിയില്ല. എന്തുകൊണ്ട്? ആ സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ അതങ്ങനെയായിരുന്നു. അവർക്കൊരു പ്രശ്നമല്ല. ഇനി ചോദിക്കട്ടെ, ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ വല്ലാത്തൊരു കെണിയിലാണ് പെട്ടുപോയതെന്ന്? ബീവി അത് പറഞ്ഞോ? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ മുഴുവൻ പറഞ്ഞത് എന്താ? എന്റെ നബി എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്.
മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സഹരി വനഹരി, എന്റെ മടിയിൽ കിടന്നിട്ട് മുത്തുനബി തങ്ങൾ വഫാത്തായത്. എന്റെ നബി തങ്ങളുടെ വായിലേക്ക് അവസാനത്തെ ഒരു ഭക്ഷണം കടന്നത് എന്റെ ഉമിനീരാണ് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അഭിമാനം പറഞ്ഞിരുന്ന, എന്റെ റസൂൽ എനിക്ക് തന്നെ വേണം, എന്റെ നബിയെ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും പക്വതയും വളർച്ചയും ഉണ്ടായിരുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ നബിയെ സംബന്ധിച്ച് ചിന്തിച്ചത് അങ്ങനെയാണ്. ആയിഷ ബീവിക്കില്ലാത്ത പരിഭവം എന്തിനാ ഇക്കൂട്ടർക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബീവിക്കത് തോന്നിയിട്ടില്ലല്ലോ. ചെറുപ്പക്കാരിയായ എന്നെ നബി കല്യാണം കഴിച്ചു കൊടുത്തു, അങ്ങനെയാണോ ആയിഷ ബീവി പറഞ്ഞത്? അല്ല, എന്റെ റസൂൽ എനിക്ക് വേണം. നബിയുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഈ അസൂയയുടെ പോര് കാണിച്ചിരുന്നത് ആരാ? ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ബീവി മാത്രമാ അങ്ങനെ ചെയ്തത്. എന്താ അതിന്റെ കാരണം എന്നറിയോ? സാധാരണ മറ്റു ഭാര്യമാരുടെ ആ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ ആയിഷ ബീവിക്ക് കഴിയും. എന്റെ നബി എനിക്ക് വേണം, എന്റെ റസൂൽ വേറെ എവിടെയും പോവരുത്. ഇത് ചിന്തിച്ചിരുന്ന മഹതിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെ നബി തങ്ങൾ കല്യാണം ആലോചിക്കുമ്പോ രണ്ടുപേർ ആയിഷ ബീവിയെ വിവാഹം ആലോചിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെയും നബി തങ്ങളുടെയും പ്രായ വ്യത്യാസവും അതിലേറെയും വ്യത്യാസമുള്ള ആളുകൾ അന്ന് ഇഷ്ടം പോലെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്, ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോ ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ. എന്തുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത എല്ലാ വിവാഹങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം നടന്നത് ഇലാഹിയായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇത് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. തങ്ങൾക്ക് അങ്ങനെ ഒരു വൈകാരികമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 52 വയസ്സിന് മുമ്പേ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്ന കാലത്തോ അതിനൊപ്പമോ അന്ന് വ്യഭിചാരം നടക്കുന്ന കാലമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു വ്യഭിചാരത്തിൽ ഇടപെട്ടോ? മഅദല്ലാഹ് വഹാശാ ലില്ലാഹ്, നബി തങ്ങൾ അത് ചെയ്തില്ലല്ലോ. മാ മസ്സത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്ത് ഗൈറ അസ്വാജി, നബി തങ്ങളുടെ ഭാര്യമാരെയല്ലാതെ നബി തങ്ങളുടെ മഹ്റമയല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ തൊട്ടിട്ടില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അന്ന് വ്യഭിചാരം ചെയ്യുന്ന വീടുകൾക്ക് മീതെ കൊടികൾ നാട്ടുമായിരുന്നു, കൊടികൾ ഉണ്ടായിരുന്നു. വ്യഭിചരിക്കാൻ ആഗ്രഹമുള്ളവരെ വന്നോട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പോയോ? ഒരിക്കലും പോയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വിവാഹം ചെയ്ത ആ കാലഘട്ടത്തിൽ 25 വയസ്സ് നബി തങ്ങൾക്കുണ്ടായിരിക്കെ മക്കയിലെ പ്രമാണിമാർ 15ഉം 20ഉം ഭാര്യമാരുള്ളവരാണ്. 20 ഭാര്യമാരുള്ളവർ അന്ന് മക്കയിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് എന്തുകൊണ്ട് എനിക്കൊരു ഭാര്യ തന്നെ മതി എന്ന് പറഞ്ഞു? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി പോയില്ലല്ലോ അനാവശ്യങ്ങളിലേക്ക്. വ്യഭിചാരം യഥേഷ്ടമാവാമെന്നും അതിന് പ്രശ്നമല്ലെന്നും ആർക്കും ആരുടെ കൂടെയും ജീവിക്കാമെന്നും എന്നാൽ വിവാഹം ചെയ്യുന്നത് ഒന്നേ പാടുള്ളൂ എന്നും നിഷ്കർഷിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാര കുറ്റകരമാണ്, ഹറാമാണ്, വളരെ മോശമാണ്. അതിന്റെ ശിക്ഷ തന്നെ വിവാഹം ചെയ്ത ഒരു മനുഷ്യനാണ് തന്റെ ശരീരം കൊണ്ട് വ്യഭിചരിക്കുന്നതെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അങ്ങനെ ഒരു നിയമം അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് നിബിതങ്ങൾ ഒരു വികാരജീവി ആയതുകൊണ്ടാണോ? മഅദല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഹിജാബ് ധരിക്കാൻ പറയോ പെണ്ണുങ്ങളോട്? ഹിജാബ് ധരിക്കാൻ പറയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഒരു ദുഷിച്ച ചിന്ത നിബിതങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളിൽ ആഗ്രഹമുള്ള ആളാണെന്ന് നബി തങ്ങളെ വരുത്തി തീർക്കാനോ ശ്രമിക്കുന്നവർ മനസ്സിലാക്കണം, കടുത്ത അച്ചടക്കം പെണ്ണുങ്ങളെ പഠിപ്പിച്ചവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോഴാ ആയിഷ ബീവിയോടും സൈനബ ബീവിയോടും പറഞ്ഞത്, അവ അംയാമാനി അൻസുമാ, പോയി മറയിലിരിക്കൂ, പോയി മറയിലിരിക്കൂ, അന്യപുരുഷനാണ് വന്നത്. അവർ ചോദിച്ചു, നബിയെ, കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു, ശരി തന്നെ, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വൈകാരികത ഉണർത്തുന്ന ആളുകൾ അങ്ങനെയല്ല പറയുക. അള്ളാഹുവിന്റെ ഹബീബിന് അത് വേണമെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നബിതങ്ങൾ എന്തെങ്കിലും ഈ രീതിയിലുള്ള ആഭാസങ്ങൾ നബിതങ്ങൾ അനുവദിച്ചോ? ഒരിക്കലും ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾ 52 കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ നിങ്ങൾ ആരോപിക്കുന്നത്? അത് ബാലിശമാണെന്ന് പറയാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് ഓരോരോ വിഷയത്തിലേക്ക് വരണം. അതിന് മുമ്പ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ തന്നെ ആ ഒരു കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം, നബിതങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ കുടുംബത്തിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉമ്മഹാത്തുഹും, നബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ മാതാക്കളാണ്, നമുക്ക് ഉമ്മമാരാണ്.
നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. നബിയോട് കല്യാണം കഴിച്ചാൽ, നബി തങ്ങൾ വഫാത്ത് കഴിഞ്ഞാൽ നബി തങ്ങളുടെ ഭാര്യയെ ഒരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹുവിന്റെ നിയമമാണ്. അതവർക്കറിയാം. എന്തുകൊണ്ട്? നമ്മുടെ ഉമ്മമാരാണവർ, നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നവരാണവർ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം 42 വർഷത്തിലേറെ ജീവിച്ചു മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ചരിത്രപ്രകാരം 60ഓ 67ഓ വയസ്സുള്ള ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഖിലാഫത്തു റാഷിദയുടെ അവസാന കാലവും കഴിഞ്ഞതിന്റെ ശേഷം. ആ കാലഘട്ടം അത്രയും 42 കൊല്ലം ദർസ് നടത്തി ഇൽമു പഠിപ്പിച്ചു കൊടുത്ത മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പ്രായത്തിൽ ഹബീബിന്റെ വീട്ടിലേക്ക് വന്നത് കാരണം ആയിഷ ബീവിയുടെ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് പോലെ ഒരു ഭാര്യക്കും ഉണ്ടായിരുന്നില്ലല്ലോ. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളും അങ്ങനെ ചെയ്തില്ല. തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്ത നമ്മുടെ മുമ്പിലുള്ള ഹദീസുകൾ 3000ആണ്. ആ 3000 ഹദീസുകളിൽ 2210 ഹദീസുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടേത് മാത്രമാണ് റളിയല്ലാഹു തആല അൻഹ. ഇൽമു പഠിപ്പിച്ചു തന്നിരുന്ന പണ്ഡിതയായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ വിവാഹം ചെയ്തത് വൈകാരികമാണെന്ന് പറയുന്നവരോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് പറയുന്നതിനെ കുറിച്ച്? ബീവി പറയുന്നു, ഒരു രാത്രി ഞാൻ എന്റെ റസൂലിനെ തപ്പി നോക്കുന്നു, എന്റെ റൂമിൽ എന്റെ നബിയെ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ. കാണുന്നില്ല. നോക്കുമ്പോൾ എന്റെ കൈ ഞാനങ്ങ് പരതി നോക്കുമ്പോൾ നബിയുടെ കാലിൽ എന്റെ കൈ തട്ടി നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരിയായ ഭാര്യ റൂമിലുണ്ട്. നബി തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിലാണ്. തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തി തരണമേ എന്ന് സുജൂദിൽ കരഞ്ഞുകൊണ്ട് നബി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ തപ്പി നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു അങ്ങ് ഞാനല്ലാത്ത എന്റെ കൂടെയുള്ള സഹഭാര്യമാരുടെ വീട്ടിലേക്ക് അങ്ങോ എന്ന്. എന്റെ ചിന്ത ഏതോ ഒരു നബിയെ അള്ളാഹുവിന്റെ കൂടെയാണല്ലോ, എന്റെ ഒരു കാര്യമേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പരിഭവം കാണിച്ചത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ ചിന്തിച്ചു അങ്ങ് വേറെ ഭാര്യയുടെ കൂടെ പോയി എന്ന്. നോക്കുമ്പോൾ അങ്ങ് അള്ളാഹുവിന്റെ കൂടെയായിരുന്നു. മറ്റൊരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ തപ്പി നോക്കി നബിയെ കാണുന്നില്ല. നേരെ എഴുന്നേറ്റു വാതിൽ തുറന്നു. നബി തങ്ങൾ പുറത്തൊന്നും കാണുന്നില്ല. തൊട്ടടുത്ത റൂമുകളുണ്ട്, ഹുജുറാത്തുൻ നബി. നബിയുടെ വീടെന്ന് പറയുന്നത് റൂമുകളാണ്. റൂം, ഒരൊറ്റ റൂം. അതാണ് ഡൈനിങ് ഹാൾ, അതാണ് ലിവിംഗ് റൂം, അതാണ് ബെഡ്റൂം, അത് തന്നെയാണ് കിച്ചൺ. ഒരൊറ്റ റൂം. അതുകൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്ത് എന്ന് ഖുർആനിൽ കാണാൻ കഴിയുന്നത്. റൂമുകൾ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളായിരുന്നു. ഒറ്റ റൂം. അവിടെ നോക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാതിൽക്കൽ നബി തങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവിടെ ഒന്നുമില്ല. നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീഇലാണ്. സ്വഹാബികൾ അന്തരീക്ഷം കൊള്ളുന്ന ഖബറാളികൾ കിടക്കുന്ന സ്ഥലത്ത് അന്ന് ബറാഅത്തിന്റെ രാവായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എന്റെ അനുയായികൾക്ക്, എന്റെ അനുചരന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ആമീൻ ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നാലെ നടന്ന് അവിടെ ഇങ്ങനെ കാത്തിരുന്നു. ഇവിടം കഴിഞ്ഞ് നബി എന്റെ റൂമിലേക്ക് വരുമോ, വേറെ വീട്ടിലേക്ക് പോകുമോ എന്നറിയാൻ. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു ചിന്തയിൽ കഴിഞ്ഞുകൂടിയപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ കൂടെയുള്ള ആ ഒരു ജീവിതം നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് നബി തങ്ങൾ ഖബർസ്ഥാനിൽ നടന്നു വരുമ്പോ ആ ചെറിയ വെളിച്ചമുള്ള ഒരു നേരിയ നിലാവുണ്ടായിരുന്ന ആ രാത്രി ആയിഷ ബീവി ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് പുതപ്പിട്ട ഒരൊറ്റ കടത്തം. നബി തങ്ങൾ വന്നപ്പോ പുതപ്പിനിടയിൽ നിന്ന് ശ്വാസം വലിക്കുന്ന കാഴ്ച. ആയിഷ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി സത്യം പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ പിന്നാലെ കൂടിയിരുന്നു, അങ്ങയെ കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. നീ ആയിരുന്നല്ലേ, ഞാനൊരു രൂപം ഓടിപ്പോകുന്നത് കണ്ടു, ഞാൻ വിചാരിച്ചു വല്ല ശത്രുക്കളുമാണോ, നീ ആയിരുന്നല്ലേ അത് എന്ന് ചോദിച്ചു. അതേ നബിയെ, ഞാനായിരുന്നു അത്. അമാ തഖാഫി അമാ ഖിഫ്തി, നീ പേടിച്ചോ ആയിഷ? അല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും അങ്ങയോട് അതിക്രമം കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങയോട് നീതി പാലിക്കില്ല ഞാനെന്ന് അങ്ങ് വിചാരിച്ചോ ആയിഷ എന്ന് ചോദിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതം എന്തായിരുന്നു? എങ്ങനെയാ നബി തങ്ങൾ ജീവിച്ചത്? അവിടുത്തെ അക്ബറു ഹമ്മിഹിൽ ആഖിറ, അവിടെ എടുത്ത ചിന്ത ഏറ്റവും കൂടുതൽ ആഖിറവും ഇബാദത്തുമായിരുന്നില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബീവി, നബി തങ്ങളുടെ കൂടെ ജീവിച്ച ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവം എന്താണ്? ഒരു ചോദ്യം ആയിഷ ബീവിയോട് ചോദിച്ചു. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു, നബിയോടൊപ്പം ജീവിച്ചതിൽ അങ്ങേക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയുമോ ആയിഷ ബീവി? ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ അനുഭവം എന്താണെന്നറിയോ?
എന്താ? ഒരു രാത്രി നബി തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. സൂറത്തുൽ അൻആമിലെ അവസാന ഭാഗങ്ങൾ ഇറങ്ങിയ ശുദ്ധ ഖുർആൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയാത്തുകൾ ഇറങ്ങുന്ന ആ രാത്രിയിൽ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചതും ഒരുപാട് നേരം ആയത്തോതിയതും ദീർഘമായ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്കും സുബ്ഹിക്ക് നേരമായതും ബിലാൽ തങ്ങൾ വന്ന് ബാങ്ക് കൊടുക്കാൻ ചോദിച്ചതും നബിയെ മാ യുബ്കീക യാ റസൂലല്ലാഹ് ഫഅബ്കി ഔ അതബാക, നബിയെ എന്തിനാണ് അങ്ങ് കരയുന്നത്? ഞാനൊന്ന് കരയട്ടെ, കരച്ചിൽ വന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കരയും നബിയെ, അങ്ങ് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ച രംഗവും ബിലാലെ ഇന്നലെ എനിക്ക് ഇറങ്ങിയ ആയത്തുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആ ആയത്തുകൾ ആരെങ്കിലും ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു അല്ലാഹു. ഞാൻ അതോർത്തുകൊണ്ട് കരയുകയായിരുന്നുവെന്ന്. ആ ദീർഘമായ നിസ്കാരം നടന്ന് സുബഹി നേരം വരെ നിസ്കരിച്ച ആ നിസ്കാരമാണ് എന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ചതിൽ എന്റെ ഏറ്റവും വലിയ അനുഭവമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. നബി തങ്ങൾ വിവാഹം ചെയ്തത് വൈകാരികമായ ആവശ്യങ്ങൾക്കായിരുന്നോ? അതല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, എന്റെ റൂമിൽ ഞാൻ നബിയെ തപ്പി നോക്കിയ ഒരു ദിവസം ആയിഷ ബീവിക്ക് അങ്ങനെയാ തോന്നാറുള്ളത്, എന്റെ നബി എന്റെ കൂടെ വേണം. ആയിഷ ബീവിക്ക് ഒരിക്കലും തോന്നിയില്ല എന്റെ വാപ്പ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് എന്നെ കെട്ടിക്കാതെ നബിയെ കൊണ്ട് വിവാഹം ചെയ്യിച്ചല്ലോ. ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ല കൂട്ടരെ, പിന്നെ എന്തിനാ നിങ്ങൾ ഇതിൽ പരിഭവപ്പെടുന്നത്? ആയിഷ ബീവിക്ക് തോന്നിയില്ലല്ലോ അങ്ങനെ ഒരു പരിഭവം. ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചത് എന്റെ റസൂൽ എനിക്ക് വേണമെന്നാണ്. എന്റെ നബി എന്റെ കൂടെ വേണം, എന്റെ നബി എന്റെ വീട്ടിലാവണം ഏതു നേരവും. ഇതാഗ്രഹിച്ചവരാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എത്രത്തോളം എന്നാൽ അന്നവിടെ ചെലവിനെ കുറിച്ചൊരു പരാതിയുള്ളൊരു വിഷയം വന്നു. നബിതങ്ങൾ മുഴുവൻ ഭാര്യമാരോടും നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങളൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നൊരു രംഗം പോലും ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചതായിരുന്നുവെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ തരുന്ന ഈ ചെലവേ എന്നെ കൊണ്ട് തരാൻ പറ്റുള്ളൂ, കാരക്കയും വെള്ളവും, ഈ ചെറിയ സൗകര്യം, ഇതിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, അല്ലാഹുവും റസൂലും പരലോകവും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ജീവിച്ചോ. അതല്ല, നിങ്ങൾക്ക് ഈ ലോകത്ത് ആർഭാടങ്ങളും സൗകര്യങ്ങളൊക്കെ വേണമെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ ഭർത്താക്കന്മാരെ കിട്ടുകയോ നിങ്ങൾ എന്റെ കൂടെ ജീവിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എന്നോടാ നബി തങ്ങൾ ആദ്യം ചോദിച്ചു, ആയിഷ നിന്റെ തീരുമാനം എന്താണ്? നിന്റെ തീരുമാനം എന്താണ്? ആയിഷ ഉമ്മയോടും വാപ്പയോടും ചിന്തിക്കാതെ നീ ഒറ്റക്ക് മറുപടി പറയണ്ട. എന്റെ കൂടെ ജീവിക്കണോ അല്ല നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഒഴിവാക്കി തരണോ, എന്ത് വേണം? ചെലവായിരുന്നു വിഷയം. നബിയെ ഞങ്ങൾക്ക് തീരെ വയ്യ. ആ ഒരു കുടുംബത്തിലേക്കാ നിബിതങ്ങൾ ആ വൈകാരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ വീടിന്റെ അവസ്ഥ? കടുത്ത ദാരിദ്ര്യം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ അങ്ങയുടെ കൂടെ ജീവിക്കണോ അല്ല പുറത്തു പോവണോ എന്ന വിഷയത്തിൽ എന്റെ ഉമ്മയോടും വാപ്പയോടും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉറപ്പിച്ചു ഞാൻ അങ്ങയുടെ കൂടെ തന്നെയാ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മറുപടി നബിയെ ബാക്കി ഭാര്യമാരോടൊന്നും പറയരുതേ എന്നും പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. എന്താ അതിന്റെ താല്പര്യം എന്നറിയോ? ഞാൻ എന്തായാലും പിന്മാറില്ല, അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാ പൊയ്ക്കോട്ടെ, എനിക്കെന്റെ റസൂലിനെ വേണം. ഇതാഗ്രഹിച്ചവരായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബീവിക്ക് പരിഭവം തോന്നിയില്ല എന്നാണ്. ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ എന്ന് നബി തങ്ങളെ ഞാൻ തപ്പി നോക്കി. എന്റെ റൂമിൽ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ തപ്പി എന്റെ റൂമിൽ നബി തങ്ങൾ അന്ന് ഉറങ്ങുകയാണ്. നബിയുടെ മുഖത്തെന്റെ കൈതട്ടി നബി തങ്ങൾ ഉണർന്നു. ഒരൊറ്റ ചോദ്യം നബി തങ്ങൾ, അമാ ജാഅകി ശൈത്വാനുകി യാ ആയിഷ, ആയിഷ നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നല്ലേ ഈ പാതിരാക്ക്? നിങ്ങൾക്ക് എന്നെ പറ്റി സംശയം തോന്നിയല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അമാ ജാഅകി ശൈത്വാനുകി, പാതിര സമയത്തുള്ള ഒരു ചർച്ചയാണ്. ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിച്ചു, അമാലക ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ലേ നബിയെ? ബല ഉണ്ട് ആയിഷ, വലാകിന്നഹു അസ്ലം, എന്റെ ശൈത്താൻ ഇപ്പൊ മുസ്ലിമാണ്. എന്നാ കിടക്കല്ലേ? ആ കിടക്കാന്ന് പറഞ്ഞു. ആ ഒരു അനുഭവം ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് എന്തൊരു മനോഹരാണെന്നോ. നിങ്ങളുടെ ശൈത്താൻ വന്നോ ആയിഷ ബീവി എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ശൈത്താനില്ലേ നബി എന്ന് ഇവിടുന്ന് അങ്ങോട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ ഒരു അനുഭവം പറഞ്ഞില്ല. ബല എന്റെ കൂടെയും പിശാച്ചുണ്ട്, എല്ലാവർക്കും ഒരു ഖരീനുണ്ടെന്നാണ്. പക്ഷേ നബിയുടെ ഖരീൻ എന്ന പിശാച്ച് മുസ്ലിമാണെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കുണ്ട് ആയിഷ, വലാകിന്നഹു അസ്ലമ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്റെ കൂടെയുള്ള ആള് മുസ്ലിമാണ്, എന്നോട് നന്മയെ കൽപ്പിക്കുകയുള്ളൂ. എന്നാ ഉറങ്ങല്ലേ? ആ ഉറങ്ങ. അന്ന് നിങ്ങൾ ഉറങ്ങി.
എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അത്രയും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ മാത്രമുള്ള പക്വതയും ബുദ്ധിയും ഉണ്ടായിരുന്ന മഹദിയായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.